രാത്രി സമയങ്ങളിൽ സഹോദരിമാർ അടിച്ചു വാരുന്ന സ്വഭാവം ഒഴിവാക്കണം. ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ വീട് വൃത്തിയാക്കൽ, അടിച്ചുവാരൽ ഒരിക്കലും നല്ല കാര്യമല്ല. അത് ബർക്കത്ത് കുറക്കുന്ന കാര്യമാണ്. വലിയ പ്രശ്നമൊന്നും, വലിയ മുഷിപ്പൊന്നും ഇല്ലെങ്കിൽ രാത്രി അടിച്ചു വാരി വൃത്തിയാക്കാൻ നിൽക്കണ്ട. അത് രാവിലെ അടിച്ചു വാരിയാൽ മതി. രാത്രിയിൽ അടിച്ചു വാരണത് അത്ര നല്ലതല്ല. ഇനി വല്ലാത്ത വൃത്തികേടാണ്, ഇതിങ്ങനെ ഇട്ട് കടന്നുറങ്ങിയാൽ ശരിയാവില്ല, അങ്ങനത്തെ വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസമുള്ള സാഹചര്യത്തിൽ അടിച്ചു വാരുന്നുണ്ട്, കുഴപ്പമൊന്നുണ്ടെന്നല്ല. പക്ഷേ ഇങ്ങനെ അടിച്ചു വാരണം, രാത്രിയെ അടിച്ചു വാരുള്ളൂ, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ രാത്രിയെ അടിച്ചു വാരുള്ളൂ, അതൊരിക്കലും നല്ലതല്ല. അത് വീട്ടിൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും. ആദ്യം വീട്ടിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം മര്യാദകൾ നമ്മൾ പാലിക്കണം. ഈ കാര്യങ്ങളൊന്നും നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യത്തിനെ ഭയക്കണം, ഫഖർ ഭയക്കണം. ഫഖർ എന്ന് പറഞ്ഞാൽ കഠിന ദാരിദ്ര്യം എന്നാണ്. അതായത് 100 റുപ്യ ആവശ്യമുള്ളിടത്ത് 50 റുപ്യ പോലും എടുക്കാനുണ്ടാവില്ല, കഠിന ദാരിദ്ര്യം. ഒന്നാമതായി നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം, ഇല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും. അത് വീട്ടിൽ ആളുണ്ടെങ്കിലും ശരി ആളില്ലെങ്കിലും ശരി സലാം പറയണം. എങ്ങനെയാ സലാം പറയുക? വീട്ടിൽ ആളുണ്ടെങ്കിൽ സാധാരണ സലാം പറയണത് പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആളില്ലെങ്കിലോ, ഒരു കാലിയായ ആളില്ലാത്ത വീട്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ വീട്ടിൻ്റെ മുമ്പിലെത്തി കഴിഞ്ഞാൽ അസ്സലാമു അലൈക വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയണം. എന്നാൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി അല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ബിസ്മി ഇല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബറക്കത്ത് കുറഞ്ഞതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബിസ്മിയില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും, പുസ്തകം വായിച്ചാലും, വെള്ളം കുടിച്ചാലും, ഭക്ഷണം കഴിച്ചാലും, വാതിൽ തുറന്നാലും, ജനൽ തുറന്നാലും, വസ്ത്രം ധരിച്ചാലും, കട്ടിലിൽ കിടന്നാലും, അങ്ങനെ എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിലൊന്നും ബർക്കത്തുണ്ടാവുകയില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും, കച്ചവടം തുടങ്ങുകയാണെങ്കിലും, അങ്ങനെ തുടങ്ങി എന്ത് കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും ആദ്യമായി നിങ്ങൾ ബിസ്മി ചൊല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തിൽ ബിസ്മി ചൊല്ലുന്ന സ്വഭാവം ഉണ്ടാവണം. അതുപോലെ വീട്ടിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നിർബന്ധമായും പാലിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ സലാം പറഞ്ഞു. വീട്ടിൽ ആളില്ലെങ്കിൽ അസ്സലാമു അലൈക വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞു. വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് 3 വട്ടം ഓതുക. ഈ 3 വട്ടം ഓതിയാൽ എന്ത് സംഭവിക്കും? ഖുൽ ഹുവല്ലാഹു അഹദ് 1 വട്ടം ഓതിയാൽ അവനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ബറക്കത്ത് ലഭിക്കും, ഐശ്വര്യം ലഭിക്കും. 2ാമത്തെ വട്ടം ഓതിയാൽ അവൻ്റെ അഹ്ലിന്, ആ വീട്ടിലുള്ള ആളുകൾക്ക് ഐശ്വര്യം ലഭിക്കും. 3ാമത്തെ വട്ടം ഓതിയാൽ അവൻ്റെ അയൽവാസികളിലേക്ക് ആ ഐശ്വര്യം സ്പ്രെഡാകും, ഐശ്വര്യം ലഭിക്കും. അവൻ്റെ ചുറ്റുവട്ടവും താമസിക്കുന്ന ആളുകളിലേക്കും ആ പ്രതിഫലം, ആ ബറക്കത്ത് ലഭിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വീട്ടിലേക്ക് കയറുമ്പോൾ ഒന്നാമതായി വലത് കാല് വെക്കുക, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുക. ആളില്ലെങ്കിൽ അസ്സലാമു അലൈക വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയുക. വീട്ടിൽ കയറി കഴിഞ്ഞാൽ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഇത് വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ. വാതിൽ തുറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടേ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നല്ല ബർക്കത്ത് വീട്ടിലുണ്ടാകും. അള്ളാഹുവിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അള്ളാഹുവെ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമെന്ന്. എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കുമ്പോൾ വബാരിക് ലീ ഫീമാ അഅതൈത്, അള്ളാഹുവേ
നീ ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബർക്കത്ത് നൽകണമേ. ബർക്കത്തിനെ വല്ലാതെ ചോദിക്കൽ അത് ഈമാനിൻ്റെ ഭാഗമാണ്. മഹാന്മാരായ പ്രവാചകന്മാർ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളടക്കം നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ബർക്കത്തിനെ ചോദിക്കുക. അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅ്തൈത്. ഇത് ഖുനൂത്തിൽ നമ്മൾ കേൾക്കുന്ന ദുആയാണ്. ബർക്കത്തിനെ ചോദിക്കണം, അള്ളാഹുവിനോട് ബർക്കത്തിനെ ചോദിക്കണം. ധാരാളമായി ബർക്കത്തിനെ ചോദിക്കുക. ബർക്കത്ത് ചോദിക്കാത്ത വീട്ടിൽ അള്ളാഹു ബർക്കത്ത് നൽകുകയില്ല, ഐശ്വര്യം നൽകുകയില്ല. ബർക്കത്തിനെ ചോദിക്കണം. ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ബർക്കത്ത് നൽകുകയില്ല. രണ്ടാമതായി ഇടത് കാല് വെച്ച് വീട്ടിലേക്ക് കയറുന്ന സ്വഭാവം അതൊരിക്കലും ചെയ്യരുത്. ഇടത് കാല് വെച്ച് വീട്ടിലേക്ക് കയറരുത്, വലത് കാല് വെച്ച് വേണം വീട്ടിലേക്ക് കയറാൻ. അത് കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ട വിഷയമാണ്. കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയി ഷോപ്പിങ്ങിനോ കല്യാണത്തിനോ ഒക്കെ പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മോനെ വലത് കാല് വെച്ച് കയറിട്ടോ എന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ ഉപയോഗിച്ച് കഴിക്കിട്ടോ എന്ന് പഠിപ്പിക്കുന്നത് പോലെ, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കിട്ടോ എന്ന് പറയണത് പോലെ തന്നെ വലത് കാല് വെച്ച് കയറ് എന്ന് പഠിപ്പിക്കണം കുട്ടികളെ. അതുപോലെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറ് എന്ന് പഠിപ്പിക്കണം കുട്ടികളെ. ആ കൊച്ചു പ്രായത്തിലേ അത് പഠിച്ച് വരട്ടെ. നമ്മളിപ്പോൾ അറിയാതെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും ചെറുപ്രായത്തിലേ നമ്മളത് ശീലമാക്കിയത് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മൾ വലത് കാല് കൊണ്ട് കയറാനും ഇടത് കാല് വെച്ചിട്ട് ഇറങ്ങാനും ഒക്കെ നമ്മൾ ശീലിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ്. മൂന്നാമതായി ബിസ്മി ചൊല്ലുക. ബിസ്മി ഇല്ലാത്ത മുഴുവൻ കാര്യങ്ങളും ബർക്കത്ത് കുറഞ്ഞതാണ്. ലം യബ്ദഉ ബിസ്മില്ലാ ഫഹുവ അബ്തറുൻ. ബിസ്മില്ലാതെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അത് ബർക്കത്തില്ലാത്തതാണ്. ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ സഹോദരിമാർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വെള്ളം എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, പാത്രം എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, പാത്രം കഴുകുമ്പോൾ ബിസ്മി ചൊല്ലണം, വീട് വൃത്തിയാക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും സഹോദരന്മാരാണെങ്കിൽ കച്ചവടം, ജോലി, എങ്ങനെ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ വിഷയത്തിലും നമ്മൾ ബിസ്മി മറക്കരുത്. ബിസ്മി ഇല്ലാത്ത കാര്യം അതിൽ ബർക്കത്തുണ്ടാവുകയില്ല. നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്തുണ്ടാകണമെങ്കിൽ ചെയ്യണ ജോലി ബിസ്മി ചൊല്ലിയിട്ട് ചെയ്യ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ബർക്കത്തുണ്ടാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിൽ ഖുർആൻ ഹയാത്താക്കണം. ഖുർആൻ ഓതുന്ന പതിവ് നമ്മുടെ വീട്ടിലുണ്ടാവണം. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസങ്ങൾ കടന്നു പോകരുത്. വീട്ടിൽ സഹോദരിമാർക്ക് ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ സഹോദരന്മാരെങ്കിലും ഖുർആൻ ഓതണം. വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം. വീട്ടിലുള്ള എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്ന രീതി ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വീട്ടിൽ ബർക്കത്തുണ്ടാക്കുന്ന കാര്യമാണ്. അഞ്ചാമതായി രാത്രി സമയങ്ങളിൽ സഹോദരിമാർ അടിച്ചു വാരുന്ന സ്വഭാവം ഒഴിവാക്കണം. ഇത് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ വീട് വൃത്തിയാക്കൽ, അടിച്ചുവാരൽ ഒരിക്കലും നല്ല കാര്യമല്ല. അത് ബർക്കത്ത് കുറക്കുന്ന കാര്യമാണ്. വലിയ പ്രശ്നമൊന്നും വലിയ മുഷിപ്പൊന്നും ഇല്ലെങ്കിൽ രാത്രി അടിച്ചു വാരി വൃത്തിയാക്കാൻ നിൽക്കണ്ട. അത് രാവിലെ അടിച്ചു വാരിയാൽ മതി എന്ന് മനസ്സിലാക്കി വെക്കണം. രാത്രിയിൽ അടിച്ചു വാരണത് അത്ര നല്ലതല്ല. ഇനി വല്ലാത്ത വൃത്തികേടാണ്, ഇതിങ്ങനെ ഇട്ട് കടന്നുറങ്ങിയാൽ ശരിയാവില്ല. അങ്ങനത്തെ വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസമുള്ള സാഹചര്യത്തിൽ അടിച്ചു വാരുന്നുണ്ട്, കുഴപ്പമൊന്നുണ്ട് എന്നല്ല. പക്ഷേ ഇങ്ങനെ അടിച്ചു വാരുന്നു, രാത്രിയെ അടിച്ചു വാരുള്ളൂ, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ രാത്രിയെ അടിച്ചു വാരുള്ളൂ, അതൊരിക്കലും നല്ലതല്ല. അത് വീട്ടിൽ ബർക്കത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി ആറാമതായി നിസ്കരിക്കാത്ത ആൾ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവുകയില്ല. നിസ്കരിക്കാത്ത ആൾ താമസിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ബർക്കത്ത് ഉണ്ടാവുകയില്ല. നിസ്കരിക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും പാടില്ലാത്ത കാര്യമാണ് എന്ന് പഠിപ്പിച്ച പദമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ 5 വക്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കുന്ന മക്കളോ വല്യാപ്പേ വാപ്പേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് പറയണം, ഇത് നല്ല കാര്യമല്ല, നിങ്ങൾ നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല എന്ന് അവരോട് അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഏഴാമത് പ്രത്യേകിച്ച് സഹോദരിമാർ, ഈ ധരിച്ച വസ്ത്രം കൊണ്ട് അവർക്ക് കൈ തുറക്കുന്ന ശീലമുണ്ട് അല്ലേ? കയ്യിലൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, പാത്രം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാക്സിയിൽ തന്നെ അങ്ങനെ തുറക്കണ സ്വഭാവം
ഉണ്ട്. അതുപോലെ തന്നെ മുഖമൊക്കെ തട്ടത്തിൻ്റെ തല കൊണ്ട് മുഖം തുടക്കുക, ഈ സ്വഭാവമുണ്ട്. ധരിച്ച വസ്ത്രം കൊണ്ട് തുടക്കൽ, നനവ് തുടച്ചൊഴിവാക്കൽ, അത് ദാരിദ്ര്യമുണ്ടാക്കാൻ കാരണമാണ്. അതുപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കണം. പുരുഷന്മാർ ആ പള്ളിയിൽ നിന്നൊക്കെ പ്രത്യേകം കാണാം, വുളു എടുത്ത് കഴിഞ്ഞാൽ തുണിൻ്റെ തല കൊണ്ട് മുഖമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നു. ഒരിക്കലും ചെയ്യരുത്, അത് ദാരിദ്ര്യം ഉണ്ടാക്കാനുള്ള കാര്യമാണ്. പ്രത്യേകം വുളു എടുത്ത വെള്ളം അങ്ങനെ ഒഴിവാക്കേണ്ടതല്ല. അതിലുള്ള ഓരോ തുള്ളിയും നിലത്തേക്ക് കുറ്റുമ്പോൾ അവൻ്റെ ദോഷങ്ങൾ ഇങ്ങനെ മാപ്പാക്കി പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വുളുവിൻ്റെ വെള്ളം തുടക്കാൻ പാടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദാരിദ്ര്യത്തിൽ നിന്നും ഫഖറിൽ നിന്നും അല്ലാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.